നമസ്കാരം. പാലക്കാട്ടെ CPM വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് PK ശശിയെ പുറത്താക്കിയത്. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കൺവെൻഷനിൽ PK ശശി ഉന്നയിച്ചത്. ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ തന്നെ സുരേഷ് ബാബു മറുപടി നൽകുകയും ചെയ്തു. ശശി UDF പിന്തുണയോടെ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാകും എന്നാണ് അണിയറ വർത്തമാനം. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ M സതീശൻ, അദ്ദേഹം PK ശശിയുടെ മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ കൺവീനറാണ്. ഒപ്പം ശ്രീ ശ്രീകുമാർ മനയിൽ മാധ്യമപ്രവർത്തകൻ, ശ്രീ ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ, ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ് എന്നിവർ. CPM ഈ ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയച്ചിട്ടില്ല. ആദ്യം ശ്രീ റിജിൽ മാക്കുറ്റി, ഇന്നലെ വരെ PK ശശി തൊട്ടുകൂടാത്ത ആളായിരുന്നു. PK ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഏതൊക്കെ എക്സ്റ്റെൻഡിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. റിജിൽ മാക്കുറ്റി തന്റെ ചാനൽ ചർച്ചകളിലും സംവാദങ്ങളിലും ഒക്കെ തീവ്രത കൂടിയ പീഡനം, തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെയുള്ള ജാർഗൺസ് ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. ആ PK ശശി CPMനെ തള്ളിപ്പറഞ്ഞാൽ വിശുദ്ധനാകുമോ? UDF സീറ്റിന്, ടിക്കറ്റിന് യോഗ്യനാകുമോ? ശ്രീ അഭിലാഷേ, PK ശശി പാർട്ടിക്കകത്തു നിന്ന് പുറത്താക്കപ്പെട്ടു. PK ശശി ആരാണ് പാർട്ടിക്കകത്ത് ഉണ്ടായ സമയത്ത് PK ശശിക്ക് ഈ പറയുന്ന ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആരാണെന്നൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ PK ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അയാളെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് താങ്കളോട് അല്ലെങ്കിൽ മാതൃഭൂമിയോട് ആരാ പറഞ്ഞത്? അങ്ങനെ ഏതെങ്കിലും ഒരു ചർച്ച ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? പാർട്ടി അത്തരത്തിലുള്ള ഒരു തീരുമാനം ആരോടും പറഞ്ഞിട്ടുണ്ടോ? CPMൽ നിന്ന് നിരവധി ആളുകൾ ആ പാർട്ടിയുടെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നിരവധി ആളുകൾ ആ പാർട്ടിക്കകത്ത് പുറത്തു വരികയാണ്. ഇപ്പോൾ പാലക്കാട് നിന്ന് PK ശശി ആണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടത് G സുധാകരനാണ്. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തുമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നടത്തിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള നേതൃത്വം പല ജില്ലകളിൽ നിന്നും അസംതൃപ്തരുടെ ഒരു വലിയ പട ആ പാർട്ടിക്കെതിരായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ പോലും, കണ്ണൂരിലെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ പയ്യന്നൂർ എന്ന് പറയുന്ന പാർട്ടി കോട്ടയിൽ നിന്ന് ഏരിയ സെക്രട്ടറിയായ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഉന്നയിച്ച ആരോപണം അടുത്ത MLA രക്തസാക്ഷി ഫണ്ട് കട്ടു എന്നുള്ളതാണ്. വ്യാജ റെസീറ്റ് ഉപയോഗിച്ച് ഫണ്ട് പിരിച്ചു എന്നുള്ളതാണ്. അത്തരം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും ആ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതിൻ്റെ ചോദ്യം ചെയ്ത് ഏരിയ കമ്മിറ്റിക്കകത്തു നിന്ന് മുൻ MLA ശ്രീ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇറങ്ങി വന്നു എന്നൊക്കെ കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകളാണ്. MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമള തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയാവുമെന്ന് കണ്ടപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകും CPMന്റെ സൈബർ അണികൾ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കണ്ണൂരിലെ സൈബർ അണികളെ കുറിച്ച്, അവരൊക്കെ ഇടുന്ന പോസ്റ്റുകൾ, അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയല്ലേ. അടിയുറച്ച പാർട്ടി സഖാക്കൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഇവരെ സൈബർ വെട്ടികളെ കൂട്ടത്തിൽപ്പെട്ട ആയങ്കിമാരുൾപ്പെടെ ഒരു ഭാഗത്ത് പാർട്ടി സെക്രട്ടറിയും നിലപാടിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ അത് നോക്കി നിൽക്കും. ആ ഇപ്പോ G സുധാകരൻ, അദ്ദേഹം വളരെ പ്രമുഖനായ നേതാവാണ്, CPIMന്റെ വളരെ പ്രശസ്തനായ നേതാവാണ്. അദ്ദേഹം ഒരു വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടെടുത്താൽ അതിനോട് UDF അനുഗുണമായ സമീപനം എടുക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ PK ശശിയുടെ കാര്യം അങ്ങനെയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ആധാരം ഇപ്പോൾ താങ്കൾ ചോദിച്ചു, അദ്ദേഹം UDF സ്ഥാനാർത്ഥിയാകും എന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞോ എന്ന്. അങ്ങനെ അണിയറ വർത്തമാനങ്ങളുണ്ട്. ഔദ്യോഗികമായി അങ്ങനെ ഒരു തീരുമാനമോ അറിയിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തെ ന്യായീകരിച്ച ഭാഷ ചില സൂചനകൾ നൽകുന്നതാണ്. PK ശശിക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തെ അവരുടെ പാർട്ടി ക്ലീൻ ചിറ്റ് നൽകിയതല്ലേ. ഇപ്പോൾ അദ്ദേഹം പുറത്താക്കപ്പെട്ട ആളല്ലല്ലോ, അവിടെ നിന്ന് പുറത്തു വരുന്ന ആളല്ലേ. അപ്പോൾ CPIMൽ യാതൊരു കുഴപ്പവുമില്ലാത്ത എന്ന് പറഞ്ഞാൽ CPIM ആയി അയാൾക്കെതിരെ ഒരു കുഴപ്പവും കണ്ടെത്താത്ത ആളെന്ന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൊടുക്കേണ്ട കാര്യം എന്താ? അല്ല ശ്രീ അഭിലാഷ്, ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ആ ആരോപണത്തെ ശക്തമായി അതിനിശിതമായി വിമർശിച്ചവരാണ്, തർക്കമില്ല. പക്ഷേ അത്തരം ആരോപണം ഇല്ലാതെന്നും അത് കെട്ടിച്ചമച്ചതാണെന്നും ഇല്ലാത്ത അതിന് തീവ്രത അളക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് കൊടുത്തത് ഒരു പീഡനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പോലീസിലാണ് പരാതി. ആ പരാതി പോലും കൊടുക്കാതെ അത്തരത്തിൽ എന്തെങ്കിലും നടന്ന് അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് കൊടുത്ത പാർട്ടിയാണ് CPM. അത്തരത്തിൽ ക്ലീൻ ഷീറ്റ് കൊടുത്ത ഒരു നേതാവിനെ അദ്ദേഹത്തെ വീണ്ടും വന്നിട്ട് KTDCയുടെ ചെയർമാനാക്കി മാറ്റി എന്നുള്ളതാണ്. ആഗോളതലത്തിൽ ഈ കേരളത്തിലേക്ക് കടന്നു വരുന്ന വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമായി അതിന്റെ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് PK ശശിയെ കൊണ്ടുവന്നതാരാണ്? CPM ആണ്. എന്തുകൊണ്ടാണ് PK ശശി ആ പാർട്ടിക്കകത്ത് ഇന്ന് പുറത്താക്കപ്പെട്ടത് എന്ന ചോദ്യം അവിടെ കിടക്കുകയാണ്. എന്തൊക്കെയോ ചീഞ്ഞു നാടുന്നുണ്ട്, എന്തൊക്കെയോ പാർട്ടിക്കകത്ത് അതിശക്തമായി ഈ പിണറായിസത്തിനെതിരായി. ഇപ്പൊ PV അൻവർ നമുക്കറിയാലോ, പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് എന്റെ പിതാവിനെ പോലെ പിതൃതുല്യനാണെന്ന് പറഞ്ഞ ആ PK അൻവർ ഇന്ന് ബേപ്പൂരിൽ പിണറായിസത്തിനും മരുമോനിസത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക.
കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ CPM-ന് വേണ്ടി ഇക്കാലം അത്രയും അത് പാർട്ടിക്കകത്തും പുറത്തും പാർട്ടി ബന്ധുക്കൾ എന്ന നിലയിലും പ്രവർത്തിച്ച എല്ലാ ആളുകളും ആ പാർട്ടിയോട് ലാൽ സലാം പറഞ്ഞുകൊണ്ട് എതിർപാളയത്തിലേക്കും അതോടൊപ്പം എതിർ ശബ്ദങ്ങളുമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് PK ശശിയുടെ പുറത്താക്കപ്പെടൽ. തീർച്ചയായും പാലക്കാട് പോലെ CPM-ന്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവ് അവിടെ പുറത്താക്കപ്പെടുമ്പോൾ UDF എന്ന നിലയിൽ അതിനെ സസൂക്ഷ്മം വീക്ഷിക്കും, കാര്യങ്ങൾ നോക്കും, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും. സ്ഥാനാർത്ഥിയാക്കുന്നു ഒരാൾക്കും ഞങ്ങൾ ആരും വാക്ക് കൊടുത്തിട്ടില്ല. അത്തരം ചർച്ചയോ തീരുമാനമോ UDF-നകത്തോ കോൺഗ്രസിനകത്തോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പൊ PV അൻവർ ആണെങ്കിലും PK ശശി ആണെങ്കിലും, PK ശശി വിഭാഗീയതയുടെ തുടക്കം മുതൽ പിണറായി വിജയനൊപ്പം നിന്ന ആളാണ്. പാർട്ടിക്കകത്ത് നടപടി നേരിട്ടിട്ടും പാലക്കാട്ടെ പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ടിട്ടും KTDC-യുടെ ചെയർമാൻ സ്ഥാനത്ത് രാജിവെക്കുന്നത് വരെ അദ്ദേഹം തുടരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പാട്രണേജ് ഏതാണെന്നുള്ളത് വളരെ 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 വ്യക്തമാണ്. എന്നിട്ടും അദ്ദേഹത്തിന് CPM-ൽ തുടരാൻ കഴിയുന്നില്ല. അങ്ങനെ തുടരാത്ത ആളുകൾ വേണമെങ്കിൽ UDF-നോട് സഹകരിക്കാം എന്ന സമീപനത്തിലേക്ക് വരുന്നു. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, കേരള രാഷ്ട്രീയമാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് രണ്ട് കക്ഷികൾ, ഒരു വശത്ത് ഐക്യജനാധിപത്യ മുന്നണിയും മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. പതിവ് പോലെ എല്ലാ ഇടവേളകളിലും എന്നതുപോലെ ഇത്തവണയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ചില ഏറ്റുമുട്ടലുകളും ഇതുപോലെയുള്ള ചില സ്പർദ്ധകളും കൂടിച്ചേരലുകളും ഷഫ്ലിങ്ങും ഒക്കെ ഉണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷേ അൻവറിനെ പോലെയല്ല ഈ വിഷയം. എന്ന് പറഞ്ഞാൽ PV അൻവർ ശരിക്കും CPM-ന് സഹികെട്ടു. PV അൻവറിന്റെ കാര്യത്തിൽ ശശിയെ കൊണ്ടും അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന് സഹികെട്ടിരിക്കുകയായിരുന്നു. അതെ, പ്രാദേശിക നേതൃത്വത്തിന് സഹികെട്ടുവെങ്കിലും ശശിയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് അങ്ങനെ സഹികെട്ടിരുന്നില്ല. അവർ കൈത്താങ്ങോടുകൂടി അദ്ദേഹത്തെ കൂടെ നിർത്തി KTDC ചെയർമാൻ സ്ഥാനം കൊടുത്തു. കാറ്, പത്രാസ്, അധികാരം, സ്ഥാനമാനങ്ങൾ എല്ലാം അത് വലിയ കാര്യമായിരുന്നു. അതാണ് CPM-ന് പറ്റിയ ഒരു തെറ്റ്. ശശി എൻ്റെ ഒരു സുഹൃത്തൊക്കെയാണ്, യാതൊരു സംശയവുമില്ല. പലതവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് ഞാൻ വളരെയധികം അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശശി പലപ്പോഴും പ്രാദേശിക നേതാക്കളെ, പ്രത്യേകിച്ച് MP രാജേഷിനെ പോലെയുള്ള ഒരു നേതാവിനെ എതിരെ ശക്തമായി ഹീനമായ തരത്തിൽ എതിർത്തിട്ടുണ്ട്, ഹീനമായ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരു CPM നേതാവ് ഇന്ന് ഫേസ്ബുക്കിൽ എഴുതിയത് ജില്ലാ സെക്രട്ടറിക്കെതിരെ മദ്യവിപണനം, സ്പിരിറ്റ് കടത്ത്, ലൈംഗികാരോപണം തുടങ്ങിയവ ഉന്നയിക്കാൻ ഒരു ഓൺലൈൻ പത്രത്തിന്റെ ആളെ പോയി കണ്ടതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ജില്ലാ സെക്രട്ടറിയെ ഇതുപോലെയുള്ളൊരു മോശം പരിസരത്തിൽ അകപ്പെടുത്താൻ പരിശ്രമിച്ച ആളെ ഇത്രയും കാലം KTDC-യിൽ കസേരയിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാലേ അതാണ് പാർട്ടിക്ക് പറ്റിയ തെറ്റ്. അത് തെറ്റ് തന്നെയാണ്. ഇത്രയും കാലം ഇതുപോലെ ഒരാളെ വെച്ചുകൊണ്ടിരിക്കരുതായിരുന്നു. അതുണ്ടാക്കിയ ഡാമേജ് തീർച്ചയായിട്ടും പാർട്ടിയുടെ ബോഡി പൊളിറ്റിക്സിന് ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ല. പാലക്കാട്ടെ പാർട്ടിക്ക് വലിയ നാശവും നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ CPM-ന് വേണ്ടാത്ത ഒരാളെ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വേറൊരു വിഷയമാണ്. അത് PV അൻവറിനെ പോലെ വേറൊരു വിഷയമായിട്ട് മാറും. അത് നമുക്ക് വേറെ തലത്തിൽ ചർച്ച ചെയ്യാം. ശരി, CPM-ന് വേണ്ടാത്ത ആളുകളെയൊക്കെ കോൺഗ്രസ് ഏറ്റെടുക്കുമോ? ശ്രീകുമാർ മനയിൽ എന്ത് തോന്നുന്നു താങ്കൾക്ക്? നമ്മൾ ഈ നരൻ എന്ന് പറയുന്ന സിനിമയിൽ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുകി വരുന്ന തടിയും മറ്റുമൊക്കെ മുള്ളംകൊല്ലി വേലായുധൻ ചാടി പിടിച്ച് കരയിലേക്ക് കയറ്റുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ CPM-ൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന സംഗതികൾ മുഴുവൻ ചാടിപ്പിടിച്ച് കരയ്ക്ക് കയറ്റി സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയാണോ? ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നു, PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നു, ഇനി ഒറ്റപ്പാലത്ത് PK ശശി മത്സരിക്കുമോ എന്ന് അറിയില്ല. പ്രേംകുമാറിന്റെ കാര്യം കാട്ടാക്കട പോലെയുള്ള മണ്ഡലങ്ങളിൽ കേൾക്കുന്നു. അങ്ങനെ CPM-ൽ നിന്ന് ആരെങ്കിലും വിട്ടാൽ ഇതിലേ എന്ന് വഴി കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ UDF-ന്? അഭിലാഷേ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് മറ്റു പാർട്ടി അത്ര വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇപ്പോൾ PK ശശി ആയാലും ആയിഷ പോറ്റി ആയാലും അവരെ UDF സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായി ഉചിതമായിരിക്കും, അത് വളരെ മികച്ച തീരുമാനമായിരിക്കും. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉയർത്തുന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളൊന്നും ഒരു നൈരന്തര്യ ധാർമ്മികതയുള്ള ആരോപണങ്ങളല്ല. കാരണം ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ
ആ നേതാവ് ആ പാർട്ടി വിട്ടാൽ പിന്നെ ആ ആരോപണം ഇല്ലാതാവും. കാരണം വെച്ചാൽ പലപ്പോഴും ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടി ആരോപണം മാത്രമാണോ ഉണ്ടാവുന്നതാണ്. അല്ല ശ്രീകുമാർ മനയിൽ അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ വെറുതെ ആരോപണം ഉന്നയിക്കുന്ന ഒരു ശക്തിയാണോ കോൺഗ്രസ്, ഒരു മുന്നണിയാണോ UDF? അപ്പോ പി കെ ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുതയില്ലാത്തതായിരുന്നു. അതങ്ങനെ ഓരോ തവണയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇതാ ഈ സമീപകാലത്തെ ചർച്ചകളിൽ അടക്കം ഉന്നയിച്ചുകൊണ്ടിരുന്നത് പി കെ ശശിക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. അതൊക്കെ വെറുതെ പറഞ്ഞതായിരുന്നോ? അല്ല അഭിലാഷ്, അതില്ല. ഞാൻ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരുന്ന എത്രയോ നേതാക്കൾ ഈ CPM-ലുണ്ട്, അല്ല ഇടതുപക്ഷത്തുണ്ട്. അവരൊക്കെ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ എത്രയോ വലിയ ആരോപണങ്ങളാണ് CPM അടക്കം ഈ എറണാകുളത്തുള്ള KV തോമസിനടക്കം KV തോമസിനെതിരെ CPM ഉന്നയിച്ചേക്കുന്ന ആരോപണത്തിന് അത്രം വേറൊരാളും ആരോപണം ഉന്നയിച്ചിട്ടില്ല. അത്രയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ 96-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഫ്രഞ്ച് ചാരൻ എന്ന് വിളിച്ച് അയാളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പടം വരെ ഒട്ടിച്ചാണ് CPM. ഇപ്പോൾ അദ്ദേഹം എവിടെ നിൽക്കുന്നു? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രീയത്തെ സെൻട്രലൈസ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയെ രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നത്. ആ വ്യക്തിയുടെ രാഷ്ട്രീയത്തെ സെൻട്രലൈസ് ചെയ്തിട്ടാണ് ആ വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നത്. അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ KV തോമസിനെതിരെ എനിക്ക് അഭിലാഷം ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന കാലം 96-ൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അതിശക്തമായിട്ട് അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ നാടകം പോലും കളിച്ചിട്ടുണ്ട് ഈ ഫ്രഞ്ചുകാരെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് CPM. അങ്ങനെയാണ് അദ്ദേഹം അവിടെ രാഷ്ട്രീയ ആരോപണങ്ങളുടെ കാര്യമുള്ളത്. ഇപ്പോ KV തോമസിനെതിരെ പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. KV തോമസിനെ പരിഹസിച്ചിട്ടുണ്ട്, തിരുതത്തോമ എന്ന് വിളിച്ചിട്ടുണ്ട്. ശരിയാണ്. എന്തിന് കെ കരുണാകരൻ മരിച്ചപ്പോ സിനിമ കാണാൻ പോയി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമ. പക്ഷേ ഇവിടത്തെ പ്രശ്നം എന്താ? ഇവിടെ പി കെ ശശിക്കെതിരെയുള്ള ആരോപണം ആ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്നതാണോ? പാലക്കാട് ജില്ലയിലെ തന്നെയുള്ള പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA കോൺഗ്രസ് എന്തുകൊണ്ടാ മത്സരിപ്പിക്കാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാത്തത് എന്തുകൊണ്ടാ? എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ പറഞ്ഞത്. ആ ബോധ്യം രാഹുലിന്റെ കാര്യത്തിലുണ്ട്, ശശിയുടെ കാര്യത്തിൽ എന്താ ഇല്ലാത്തത്? അഭിലാഷ്, അത് നിങ്ങൾ അഭിലാഷ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാനുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിക്കുണ്ട്. പി കെ ശശിക്കെതിരെ ആ വിഷയത്തിൽ നടപടിയെടുക്കാനുള്ള അവകാശം പി കെ ശശിയുടെ പാർട്ടിക്കായിരുന്നു. ആ അവകാശം ഉപയോഗപ്പെടുത്തിയില്ല. അല്ല, അവര് നടപടിയെടുത്തു, മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്നത്. അവര് നടപടിയെടുത്ത് മാറ്റി നിർത്തിയതിനു ശേഷമാണ് അന്വേഷണ റിപ്പോർട്ട് വന്നത്. അതിനുശേഷവും അവരെ ഞാൻ പറയുന്നത് സിറ്റിംഗ് സീറ്റിൽ മത്സരിപ്പിച്ചില്ലല്ലോ, മാറ്റി. അതുപോലെ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് മാറ്റി. ആ സമാനമായ സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് രാഹുലിനെ മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസ് ശശിയെ മത്സരിപ്പിക്കുക? അല്ലല്ല, ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമാകും മാത്രം. നമ്മൾ ഈ മറുപടി പറയുമ്പോൾ ആദ്യത്തെ വരിയിൽ കൃത്യമായി മറുപടി പറയാൻ പറ്റില്ല, അവസാനത്തെ വരിയിൽ മറുപടി പറയാം. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറുപടി പൂർണ്ണമാവട്ടെ എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയ പരാതി KPCC പ്രസിഡന്റ് ആർക്കാണ് കൊടുത്തത്? പോലീസിനാണ് കൊടുത്തത്. മനസ്സിലായോ? പി കെ ശശിക്കെതിരെ വരുന്ന പരാതി CPM ആർക്കാണ് കൊടുത്തത്? പാർട്ടി കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പാർട്ടി കോടതിയിൽ. എന്തുകൊണ്ടാണ് പാർട്ടി കോടതിയിൽ വെച്ചത്? കാരണം അവർക്കറിയാം, അല്ലെങ്കിൽ CPM-ന്റെ ഉള്ളിൽ പി കെ ശശിയെ അങ്ങനെ ശിക്ഷിക്കേണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും. അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമായേക്കാമെന്ന്, അല്ലെങ്കിൽ പാർട്ടി വിഭാഗീയതയുടെ ഭാഗമായി ഉണ്ടാകുന്ന ആരോപണമായേക്കാമെന്ന് അവർക്ക് തോന്നിക്കാണും. ആ തോന്നലുകൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ കോൺഗ്രസിന് എന്താ തലവേദന? അല്ലെങ്കിൽ UDF-ന് എന്ത് തലവേദന? പി കെ ശശിയുടെ നല്ല നടപ്പ് കോൺഗ്രസിന്റെ UDF-ന്റെ തലയിലാണോ? അങ്ങനെയൊന്നുമല്ല. CPM-ന് എന്തുകൊണ്ടാ പരാതി അന്ന് ആ പോലീസിന് കൈമാറാൻ കഴിഞ്ഞില്ല? അവർ കൈമാറിയില്ല. കാരണം എന്തുകൊണ്ട്? കാരണം അവർക്ക് തന്നെ സംശയമുണ്ട്, ഇത് വിഭാഗീയതയുടെ ഭാഗമായി വന്ന പരാതിയാണോ അല്ലേ എന്നുള്ളത് സംശയം ആ പാർട്ടി. പ്രശ്നം എന്താണെന്ന് ശ്രീകുമാർ, രാഹുലിനെതിരെ KPC പ്രസിഡന്റിന് പരാതി കിട്ടുന്നതും KPC പ്രസിഡന്റ് അത് പോലീസിൽ കൊടുക്കുന്നതും കേസ് വരുന്നതും ഒക്കെ ഏത് കാലത്താണെന്ന് നമുക്കറിയാം. അതിനു മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത പാർട്ടിയാണ്. ഒരു പരാതിയും വരാതെ നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടിയെക്കുറിച്ചാണ് ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വി ഡി സതീശൻ പറഞ്ഞത്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കാൻ ആർജവമുള്ള കോൺഗ്രസ് പാർട്ടി സമാനമായ ആരോപണം നേരിട്ട മറ്റൊരാളെ അവർ നടപടിക്ക് വിധേയമാക്കി വീണ്ടും മത്സരിക്കാനുള്ള അവസരം കൊടുക്കാതിരുന്നു. അങ്ങനെയൊക്കെയുള്ള പരിസരമുള്ള ഒരാളെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഇപ്പോൾ ആ കാര്യത്തിൽ നിന്ന് അങ്ങ് വിമുക്തനാക്കി വിടുകയാണ്. അവിടെ ബോധ്യങ്ങളില്ല, കടലിളകി വന്നാലും ഞങ്ങളുടെ ബോധ്യം മാറില്ല എന്ന് പറഞ്ഞ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ആളിനും ഇവിടെ ബോധ്യമില്ലേ? എന്റെ അഭിലാഷേ അത് നിങ്ങൾക്ക് രാഷ്ട്രീയം മനസ്സിലാകാത്തതുകൊണ്ടാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട പാർട്ടി കോൺഗ്രസ് ആണ്. പി കെ ശശിയുടെ ചെയ്തികളെ കുറിച്ച് കോൺഗ്രസ് വ്യാകുലപ്പെടേണ്ടതില്ല. നാട്ടുകാരുടെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എന്തിനാണ്
അല്ല ഈ പി കെ ശശി സ്ഥാനാർത്ഥിയാണോ, പി കെ ശശി ഓക്കേ. UDF-ലേക്ക് വരും, ഇതെല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. അനുമാനങ്ങൾ വന്നാലെന്ന അർത്ഥത്തിലാണ് ഞാൻ ചർച്ച ചോദിച്ചത്. നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പ്രായോഗികമായ രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ട രീതി വെച്ച് നോക്കുകയാണെങ്കിൽ CPM-നെ പാലക്കാട് അടിക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച വടി ശശി ആയതുകൊണ്ട് ശശിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ, ശരി. ശ്രീ M. സതീഷ്, അദ്ദേഹം ഈ മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ശ്രീ സതീഷ്, എന്തിന് ഈ മാർക്സിസ്റ്റ് കൂട്ടായ്മ? PK ശശി അടക്കമുള്ള ആളുകൾക്ക് പാർട്ടിയിൽ ഇപ്പോൾ സ്ഥാനമില്ല. ഇന്നിപ്പോൾ വിവിധ പാർട്ടി നേതാക്കളുടെ പ്രതികരണം അനുസരിച്ച് പല കാലങ്ങളിലായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ഒഴിവാക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമോ ഇതിനെ മനസ്സിലാക്കാൻ? തീർച്ചയായും ഇപ്പോൾ മാർക്സിസ്റ്റ് കൂട്ടായ്മയാണ് ഈ കഴിഞ്ഞ തൊട്ട് സമ്മേളനത്തിന് മുമ്പ് വരെ പാർട്ടിയെ നയിച്ചിരുന്ന ഏരിയ സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി ഈ പാലക്കാട് ജില്ലയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഉത്തരവാദിത്തമുള്ള പ്രധാനപ്പെട്ട CPIM-ന്റെ പ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത കുറേ ആളുകളെ തൻ്റെ വ്യക്തി താല്പര്യങ്ങൾ ഉപയോഗിച്ച് നടപടിക്ക് വിധേയമാക്കിയ കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ, പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ഞങ്ങൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥ ഒരു മാർക്സിസ്റ്റ് കൂട്ടായ്മയാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അല്ല, മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. CPM-ന്റെ ജില്ലാ നേതൃത്വത്തെ ആക്രമിച്ചുകൊണ്ടായിരുന്നു PK ശശിയുടെ പ്രസംഗം. ഇന്നിപ്പോൾ അതിനോടുള്ള പ്രതികരണമായിട്ട് പല നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. ചെന്താമരാക്ഷനെ പോലെയുള്ള നേതാക്കൾ, EN സുരേഷ് ബാബു തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K ജയദേവൻ വളരെ വിശദമായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പാലക്കാട്ടെ CPM പ്രവർത്തകരും നേതാക്കളും അത്യാഹ്ലാദത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പ്രതികരിക്കും. കാരണം അവരെന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എന്ന് അറിയുന്നില്ല. ഞങ്ങൾ യഥാർത്ഥ മാർക്സിസ്റ്റുകാരായ അസംതൃപ്തരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ രംഗത്ത് വരികയാണ്. കുറേ പ്രസംഗ തൊഴിലാളികളും അതുപോലെ തന്നെ കുറേ അടിമകളും ഇങ്ങനെ അവരെ ന്യായീകരിക്കുന്നതിന് രംഗത്ത് വന്ന് പല പല കാര്യങ്ങൾ, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറയുകയാണ്. ഇതുവരെ പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ ഒരക്ഷരം ആരും മിണ്ടുന്നില്ല. ഒരു ശരിയായ നിലപാട് സ്വീകരിച്ച് ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അവരെല്ലാം കുഴപ്പക്കാരാണ് എന്ന നിലയിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ പ്രസംഗ തൊഴിലാളികളുണ്ട്, അവർ പല കാര്യങ്ങളും ഇപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കുറെ അടിമകളും. ഞങ്ങൾ അടിമ കമ്മ്യൂണിസ്റ്റുകളായിട്ട് നിൽക്കാൻ തയ്യാറായിട്ടുള്ളവരല്ല. പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചിട്ടാണ് ഇന്ന് കൺവെൻഷൻ കൂടി. ഈ മേഖലയിൽ വിമത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പിന്നീട് ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. MR മുരളിയുടെ നേതൃത്വത്തിൽ ഷൊർണൂരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അസംതൃപ്തരായ ആളുകൾ ഒരു മാർക്സിസ്റ്റ് കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അതിന് PK ശശി നേതൃത്വം നൽകുന്നു. PK ശശി എവിടെയാണ് മത്സരിക്കാൻ പോകുന്നത്? ഷൊർണൂരോ ഒറ്റപ്പാലത്തോ ഒക്കെ മത്സരിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-നെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണോ തീരുമാനം? അതിന് UDF-ന്റെ പിന്തുണ ഉണ്ടാവുമോ? എന്താണ് അതേക്കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം? അല്ല, അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് തീരുമാനിക്കുക. ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ഒരു കൺവെൻഷൻ നടത്തിയിരുന്നു, അത്ര തന്നെ. അല്ലാണ്ട് മറ്റു തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പിൽ എന്താണ് രാഷ്ട്രീയം, ഞങ്ങളുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ എന്താണ്, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾ അപ്പോൾ വ്യക്തമാക്കും. ശരി, ഞാൻ ശ്രീ റിജിൽ മാക്കുറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് ജേക്കബ് ജോർജ്, CPM-നെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഷുവർ സീറ്റുകൾ എന്ന് പറയാൻ കഴിയുന്ന, സാധാരണ നിലയിൽ UDF-ന് ജയിക്കാൻ പറ്റാത്ത ചില സീറ്റുകളുണ്ട്. അത് ഷൊർണൂരും ഒറ്റപ്പാലവും അതിൽ പെടുന്നതാണ്. മണ്ണാർക്കാട് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റിനാണ്. അതിലൊരു പ്രത്യേകിച്ചൊരു ത്രട്ടിന്റെ സാഹചര്യം ഇത്തവണ ഇല്ല. PK ശശിയെ ഉപയോഗിച്ചുകൊണ്ട് CPM-ന്റെ ചില ഷുവർ സീറ്റുകളിൽ ചലനമുണ്ടാക്കുക, പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ മുന്നേറ്റം കൂടി ഉണ്ടായാൽ, ഒരു വേവ് കൂടി ഉണ്ടായാൽ CPM-ന് ഉറപ്പായും കിട്ടേണ്ട 2-3 സീറ്റുകൾ പിടിക്കാം എന്നൊരു കാൽക്കുലേഷനിലായിരിക്കുമോ ഇപ്പോൾ ശശിയോടൊരു അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്നത്? ഇപ്പോഴും ഒരു നേതാവും ശശി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ശശിക്ക് മത്സരിക്കാൻ ഇനിയിപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ അഭിലാഷ്? പാർട്ടി വിട്ടുകഴിഞ്ഞാൽ, പാർട്ടി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുമാവാമല്ലോ. പിന്നെ അദ്ദേഹം പാർട്ടിയിൽ യാതൊരു ബന്ധവുമില്ലാത്ത ആളായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച സതീശിനും
ഈ അജണ്ട എന്താണ്, ഭാവി എന്താണ്, ഭാവിയിലേക്ക് എന്താണ് പോകേണ്ടത്, ഒരു മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. പണ്ട് സാക്ഷാൽ ഗൗരിയമ്മ വരെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയത് ഓർക്കുന്നുണ്ട്. എന്തോ ആൾക്കൂട്ടമായിരുന്നറിയാമോ? അയ്യോ ഭയങ്കര ആൾക്കൂട്ടം. ഈ ചെറിയ ചെറിയ ദ്വീപുകളിൽ ഈ ബോട്ടിലും വള്ളത്തിലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടനാടൻ പ്രദേശങ്ങളിൽ. ഞങ്ങളത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര കാഴ്ച തന്നെയായിരുന്നു അത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഒരു നേതാവ് അല്ലെങ്കിൽ 2 നേതാക്കൾ, ഇത് എത്ര കൂട്ടായ്മകൾ, എത്ര മാർക്സിസ്റ്റ് കൂട്ടായ്മകൾ ഇതുപോലെയുള്ള കക്ഷികളെ കണ്ടിരിക്കുന്നു. അത് തീർച്ചയാണ്. കേരള കോൺഗ്രസ് തന്നെ ഇന്ന് എത്ര ഉണ്ട്? കേരള രാഷ്ട്രീയം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരു പാർട്ടി, അത് കോൺഗ്രസ് പാർട്ടി ആവട്ടെ, കേരള കോൺഗ്രസ് പാർട്ടി ആവട്ടെ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, അതൊന്നും കേരളത്തിൻ്റെ പുത്രിയല്ല. ഒരു പാർട്ടി കേരളത്തിൽ വേര് പിടിപ്പിക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരിമിതമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആ മേഖലയിൽ, ഷൊർണൂർ ഒറ്റപ്പാലം മേഖലയിൽ CPIM-ന്റെ സാധ്യതകളെ അട്ടിമറിക്കാൻ കഴിയുമോ, ഓഫ്സെറ്റ് ചെയ്യാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നു പാലക്കാട് കഴിഞ്ഞ തവണ 2 ഒഴികെ ബാക്കി എല്ലാ സീറ്റും LDF-നായിരുന്നു ഓർക്കണം. അതെ. പക്ഷേ 1-2 സീറ്റല്ലല്ലോ കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. തീർച്ചയായിട്ടും 1-2 സീറ്റ് പോയാലും CPM-നെ പോലെ ഒരു കക്ഷിക്ക്, ഇടതുപക്ഷ മുന്നണിയെ പോലെ ഒരു മുന്നണിക്ക്, കേരളത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ, വളർച്ച നേടിയ ഒരു മുന്നണിക്ക് അതൊന്നൊരു വിഷയമാവില്ല. പക്ഷേ 1-2 സീറ്റ് നേടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പുതിയതായിട്ട് വരുന്ന ദ സോ കോൾഡ് പാർട്ടി അതെന്ത് നേടും, എവിടെ വരെ പോകും? അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ കണ്ടാണല്ലോ JSSനെ നമ്മൾ കണ്ടതാണല്ലോ. എവിടെ വരെ പോകാം, അവസാനം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുവരെയുള്ള ഇത് കണ്ടിട്ട്, എക്സ്പീരിയൻസ് കണ്ടിട്ട്, ഇതുവരെയുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോഴത്തേക്ക് ഇത്തരം ഒരു കക്ഷിക്ക് കേരളത്തിൽ ഇനി അത്ര വലിയ ഐസില്ല. അതിൻ്റെ ഒരു വിലയിരുത്തലാണ്. അതിനെതിരെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. നമ്മളൊക്കെ സന്തോഷിക്കും. ശരി, 94-ൽ JSS രൂപീകരിക്കുമ്പോൾ ഗൗരിയമ്മ പുറത്തു പോകുമ്പോൾ ഒരു വലിയ മൂവ്മെന്റ് തെക്കൻ കേരളത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ 96-ൽ LDF തന്നെയാണ് അധികാരത്തിലെത്തിയത്. 86-ൽ 86-87 കാലയളവിൽ MV രാഘവൻ കലാപം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ 87-ൽ LDF ആണ് അധികാരത്തിലെത്തിയത്. ഗൗരിയമ്മയും MV രാഘവനും വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും. പക്ഷേ സ്വതന്ത്ര രാഷ്ട്രീയ പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം എന്ന് അങ്ങയുടെ പോയിന്റ് ഞാൻ എടുക്കുന്നു. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്. 22 MLA-മാരാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ 90 സീറ്റിൽ മത്സരിക്കുന്നു. കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥിയാവേണ്ട ആളുകൾ, MLA-മാരാകേണ്ട ആളുകൾ നിരവധി ഉണ്ടല്ലോ. എത്രയോ കാലമായി പാർട്ടിക്ക് വേണ്ടി, മുന്നണിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ അപ്പുറത്തു നിന്ന് വരുന്ന ആളുകളെ മത്സരിപ്പിക്കുന്നതിന് പരിധിയില്ല. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കുകയാണ്. ശശി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഉറപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ PV അൻവർ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. ആയിഷ പോറ്റി മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി വരുന്ന എല്ലാ ആളുകളെയും ഓൺ ബോർഡ് ആക്കുക എന്നുള്ളത് വിജയകരമോ പരാജയകരമോ എന്നുള്ളതിനപ്പുറത്ത് നിലവിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ച്, നിലവിൽ സ്ഥാനാർത്ഥിത്വത്തിന് എല്ലാ തരത്തിലും യോഗ്യരായ ആളുകളെ സംബന്ധിച്ച് ഒരു അനീതിയായി മാറില്ലേ? ശ്രീ അഭിലാഷ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം എന്നൊക്കെ പറയുന്നത് പാർട്ടിക്ക് അതിൻ്റേതായ ചട്ടക്കൂടുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ആര് സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിക്കാൻ പാർട്ടിയുടെ ഘടകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ CPM-നകത്ത് നിന്ന് പല ആളുകളും CPM-ന്റെ പാനൽ മത്സരിച്ച് ജയിച്ചവരൊക്കെ തന്നെ UDF-നോട് ചേർന്നും UDF-ലേക്കും കടന്നു വരുമ്പോൾ അവരെ തിരസ്കരിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്കില്ല. ഇപ്പോൾ ഈ ബേപ്പൂരിൽ മത്സരിക്കുന്ന ശ്രീ PV അൻവർ, അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ബേപ്പൂരാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് മത്സരിച്ച് സിറ്റിംഗ് സീറ്റിലൊന്നും അവരെ മത്സരിക്കുന്നില്ല. അവർ ഇന്നലകളിൽ അവർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തെ ഏറെ പ്രകീർത്തിക്കുകയും പിണറായി വിജയനാണ് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിൻ്റെ വക്താവെന്നൊക്കെ PV അൻവറിനെ പോലുള്ള ആളുകൾ എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞ ഒരാൾ അവസാനം അദ്ദേഹം പറയുകയാണ്, അതിനകത്ത് നടത്തിയ കാപട്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘപരിവാറും RSS-ഉമായി ചേർന്ന് പിണറായി വിജയൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ മലപ്പുറം ഉൾപ്പെടെ ജില്ലയെ സംഘപരിവാറിന് വേണ്ടി ഒറ്റുകൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായി നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് RSS-ഉമായി ബന്ധമുള്ള ആളുകൾ കേരള DGP തസ്തികയിൽ ഉൾപ്പെടെ കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണല്ലോ PV അൻവർ എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും അടുത്ത
പിന്നെ സഹയാത്രികനും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിണറായി വിജയൻ ഏറ്റവും അടുത്ത അനുയായിയുമായിട്ടുള്ള PV അൻവർ ആ പാർട്ടിക്കകത്ത് നിന്ന് MLA സ്ഥാനം രാജിവെച്ചിട്ട് തിരിച്ചു വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ ഉയർത്തുന്ന അതേ രാഷ്ട്രീയം അവർ പറയുമ്പോൾ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, സ്വാഭാവികമല്ലേ? അത്തരത്തിൽ തന്നെയാണ് ഇപ്പം PK ശശി എന്ന് പറയുന്ന വ്യക്തി, CPM-ന്റെ നേതാവ്, അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന ആരോപണത്തിന് ഒരു തരത്തിലും അത് ശരിയല്ല എന്ന് കണ്ടെത്തിയത് പാർട്ടിയാണ്, CPM ആണ്. ആ ഘട്ടത്തിൽ പുറത്താക്കിയിട്ടില്ല, ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടിക്കൊന്ന് പുറത്താക്കിയില്ല, അദ്ദേഹത്തിനെതിരായി MLA-ഷിപ്പ് കൊടുത്തില്ല. അതിനേക്കാളും വലിയ പ്രത്യേകിച്ച് KTDC ചെയർപേഴ്സൺഷിപ്പ് ഉൾപ്പെടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പാർട്ടിക്ക് കളങ്കമില്ല എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ആ പാർട്ടിയിൽ ഇന്നലെ വരെ അയാൾ തുടർന്നത്. അപ്പോൾ സ്വാഭാവികമായി അയാളാണ് ഈ പാർട്ടിക്കെതിരായി പാർട്ടി നേതൃത്വത്തിനകത്ത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് കള്ള് കച്ചവടക്കാരനാണെന്നും മദ്യമാഫിയ തലവനാണെന്നും അതോടൊപ്പം തന്നെ വ്യാപകമായി പിരിവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്നത് KTDC ചെയർമാനായി ഇന്നലകളിൽ ആ പാർട്ടിക്കകത്ത് നിന്ന ഒരാളാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത് PK ശശി ഉയർത്തുന്ന കാര്യമല്ലല്ലോ. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ കാര്യം, അതോടൊപ്പം തന്നെ G സുധാകരൻ അദ്ദേഹത്തെ അപമാനിച്ചുമായി ബന്ധപ്പെട്ട വിഷയം, ഇനി കേരളത്തിലെ പല ജില്ലകൾക്കകത്തും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് ആളുകൾ വരികയാണ്. പാർട്ടി എല്ലാ കാലത്തിലും ന്യായീകരിക്കുകയും പാർട്ടിക്ക് വേണ്ടി പരിധി സൃഷ്ടിക്കുകയും ചെയ്ത സാംസ്കാരിക പ്രവർത്തകന്മാർ, ആ സാംസ്കാരിക പ്രവർത്തകന്മാർ സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ പാർട്ടിക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പ്രേംകുമാറിനെ പോലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു അനുഭാവിയായി ചലച്ചിത്ര കോർപ്പറേഷൻ ചെയർമാനായി നിന്ന ആ പറയുന്ന നടനുൾപ്പെടെ എന്തുകൊണ്ടാണ് ആ പാർട്ടിയെ തെറ്റിപ്പിരിഞ്ഞ് വന്നിരിക്കുന്നത്? പല ജില്ലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടി ഇനിയൊരു ഭരണത്തിലേക്ക് വന്നാൽ ഈ പാർട്ടി ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ടു. ആ പാർട്ടിക്കകത്ത് പിണറായിയുടെ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിക്കാത്തവരെല്ലാം നിഷ്കാസനം ചെയ്യാണ്. ഇപ്പം നമുക്ക് ഒരു കാര്യം അറിയാലോ, മട്ടന്നൂരിൽ ജയിച്ച ശൈല ടീച്ചറെ ഇവർ ഊതി വീർപ്പിച്ചെന്ന ടീച്ചറമ്മ എന്നുള്ളതാണ്. 60,000-നകം വോട്ടിനാണ് അവരവിടെ ജയിച്ചത്. അവർ എന്തിനാണ് പിണറായി വിജയന് ധർമ്മടത്ത് മത്സരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടൊരു വനിതയായ സ്ഥാനാർത്ഥിയെ ശൈല ടീച്ചർക്ക് ഒരു അവസരം പേരാവൂർ കൊടുക്കുന്നില്ല, മട്ടന്നൂർ കൊടുക്കുന്നില്ല? എന്തിനാണ് അവരെ പേരാവൂരിലേക്ക് മത്സരിപ്പിക്കുന്നത്? പേരാവൂർ ജയിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശൈല ടീച്ചർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ടാണ് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ KPC അധ്യക്ഷൻ അവിടെ ജയിച്ചത്. ഇനിയും ശൈല ടീച്ചർ അവിടെ മത്സരിക്കാൻ പോകുമ്പോൾ വടകരയിൽ ഷാഫി പറമ്പിലോട് ഗംഭീരമായി തോറ്റ ശൈല ടീച്ചർ അതിഗംഭീരമായി KPCC അധ്യക്ഷനോട് പരാജയപ്പെടും. ആ പരാജയപ്പെട്ടതോടുകൂടി ശൈലജ എന്ന് പറയുന്ന രാഷ്ട്രീയ CPM-നകത്ത് ഏറ്റവും ശക്തിയായ നേതാവിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് ബോധ്യം ഉള്ളത് കൊണ്ടാണ് അവരെ അവിടത്തേക്ക് അയക്കുന്നത്, അല്ലാതെ സീറ്റ് പിടിക്കാനൊന്നുമല്ല. അങ്ങനെ പേരാവൂർ ശൈല ടീച്ചറല്ല, സാക്ഷാൽ ഞാൻ പറയുന്നത് പോലെ പിണറായി വിജയൻ മത്സരിച്ചാലും പേരാവൂരിലൊന്നും ചുക്ക് സംഭവിക്കാനില്ല. അപ്പൊ അങ്ങനെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഓരോ ഈ ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കകത്ത് അതിശക്തമായ രൂപത്തിൽ വിഭാഗീയതയുണ്ട്. എന്തുകൊണ്ടാണ് P ജയരാജൻ എന്ന് പറയുന്ന അധികാരനായ നേതാവ് ഇന്ന് എവിടെ നിൽക്കുന്നു? ശശി ഇപ്പോൾ പുറത്തു പോയിരിക്കും, ജയരാജന് പുറത്തു പോകാൻ വയ്യാത്തതുകൊണ്ട്. കാരണം 51 വെട്ടിനും 41 വെട്ടിനുമെല്ലാം സാക്ഷിത്വം വഹിച്ച ആളാണ് ജയരാജൻ. അതുകൊണ്ട് പെട്ടെന്ന് അയാൾക്ക് ആ പാർട്ടിക്കകത്ത് പുറത്തു വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നും CPM-ന്റെ എച്ചിൽ കഷ്ണവും വാങ്ങി ഗാന്ധി ബോർഡിന്റെ വൈസ് ചെയർമാനായി കണ്ണൂർ ജില്ല ഉറപ്പിച്ച ജയരാജൻ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആ പാർട്ടിയിൽ ജയരാജനെ വിളിക്കുന്ന ആളുകൾ പോലും നിരന്തരമായി സോഷ്യൽ മീഡിയ പറയുന്നത് നമ്മൾ കാണാണ്. തീർച്ചയായും വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറി പോവാണ്. ശരി, ഓക്കെ, എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വേണം. ശ്രീ M സതീഷ്, മത്സരിക്കാൻ കഴിഞ്ഞ തവണ സീറ്റ് കിട്ടിയില്ല എന്നുള്ളതിനപ്പുറത്തുള്ള എന്ത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രശ്നമാണ് PK ശശിക്ക് പാർട്ടിയുമായുള്ളത്? വിവിധ ഇടങ്ങളിൽ അവസരം കിട്ടുന്നില്ല, അതല്ലെങ്കിൽ സാധ്യതകളില്ല എന്നുള്ളതിനപ്പുറത്ത് മറ്റ് നേതാക്കൾക്ക് എന്ത് പ്രശ്നമാണ്? മുമ്പൊക്കെ രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രപരമായ ഐഡിയോളജിക്കലായിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ ആളുകൾ മാറാറുണ്ട്, പ്രതികരിക്കാറുണ്ട്, വിമതത്വം ഉണ്ടാകാറുണ്ട്. ഇതിപ്പോ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള കലഹം എന്നുള്ളതിനപ്പുറത്തുള്ള എന്തെങ്കിലും രാഷ്ട്രീയ പ്രസക്തി ഇതിനുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അടുത്ത തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു, പക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പ്രഖ്യാപിക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ UDF-ന്റെ പിന്തുണയെ സംബന്ധിച്ച്, ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി എന്നാണല്ലോ അറിയപ്പെടുന്നത്, UDF-നെ സംബന്ധിച്ച്, UDF-ന്റെ പിന്തുണയെ സംബന്ധിച്ച് എന്ത് നിലപാടാണുള്ളത്? UDF-ന്റെ പിന്തുണ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുമോ? അതായത് തെരഞ്ഞെടുപ്പ് സ്ഥാനമാനങ്ങൾ, തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല, അങ്ങനെ ഒരു ചർച്ചയ്ക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ലല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ഒരു കാര്യം പോലും ഇതുവരെ ഏത് ഘടകത്തിലും അങ്ങനെ ഒരു ചർച്ചയോ അതിൻ്റെ പിന്നിലൊന്നും പോയിട്ടില്ല. അതെല്ലാം വെറുതെ പറയാണ്. വ്യക്തിപരമായി ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ കമ്മിറ്റിക്കകത്ത് അതിനെ വിമർശിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്ന സമീപനം കുറേ കാലമായി പാർട്ടിക്കകത്ത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്.
അത് പി കെ ശശി എന്ന് മാത്രമല്ല നിരവധി നേതാക്കളെ ഇപ്പോൾ പി കെ ശശി പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ മണ്ണാർക്കാട് പോലുള്ള ഏരിയ കമ്മിറ്റികളിൽ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നൂറുകണക്കിന് ആളുകളുടെ മെമ്പർഷിപ്പാണ് ഒഴിവാക്കിയത്. അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിടുകയാണ്. അപ്പോൾ ഇതൊന്നും ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല, ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു വെഞ്ചൻസ് പോലെ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകളോട് പെരുമാറുന്ന ഒരു നേതൃത്വമായി പാലക്കാട് ജില്ലയിലെ CPIM മാറിയിട്ടുണ്ട്. അതിനെതിരായിട്ട് ശബ്ദിക്കുമ്പോൾ ഒറ്റപ്പെടുകയാണ്. അങ്ങനെ ഒരു വെഞ്ചൻസ് ഉണ്ടെങ്കിൽ പി കെ ശശി KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുമായിരുന്നോ? അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷവും പുതിയ സർക്കാർ വന്ന സമയത്ത് അദ്ദേഹത്തിന് KTDC കൊടുക്കുന്നു. KTDCയുടെ ചെയർമാനായി അദ്ദേഹം വിദേശയാത്ര നടത്തുന്നു, ഫുൾ ഫ്ലഡ്ജഡായി പ്രവർത്തിക്കുന്നു. അങ്ങനെ വെഞ്ചൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടത് ശശിയോടല്ലേ? അത് തീർക്കണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയല്ലേ ചെയ്യേണ്ടത്? അത് ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് ഒരിക്കലും KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം തുടരണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ അത് പാർട്ടി സ്റ്റേറ്റ് നേതൃത്വമാണ് KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്തി പോയിട്ടുള്ളത്. പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇദ്ദേഹത്തെ KTDC സ്ഥാനത്ത് നിന്ന് തുടരണമെന്ന് ഒരഭിപ്രായവും അവർക്കില്ല. അതിന് മാറ്റണമെന്നുള്ള അഭിപ്രായമായിരുന്നു ആ ജില്ലാ നേതൃത്വത്തിനുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ആ കാര്യത്തിലുള്ള പ്രശ്നം. പാലക്കാട് ജില്ലാ നേതൃത്വത്തോടാണ് പ്രശ്നം, സംസ്ഥാന നേതൃത്വത്തോടോ പിണറായി വിജയനോടോ അല്ലെങ്കിൽ സർക്കാരിനോടോ ഒന്നുമല്ല. അവിടെ ശ്രീകുമാർ മനയിൽ പാർട്ടി വിഭാഗീയതയുടെ സമയത്ത് സർക്കാരിനോടോ അല്ല, ഞങ്ങള് സർക്കാരിനോടോ അതുപോലെ തന്നെ CPIMന്റെ എന്ന പ്രസ്ഥാനത്തിനോടോ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഈ കാര്യങ്ങളെല്ലാം തിരുത്തി നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകും. പക്ഷെ തിരുത്താതെ ഇങ്ങനെ വ്യക്തിപരമായി ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്ത് നടപടിയെടുക്കുക, തൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാത്തവരെ പാർട്ടിയിൽ നിർത്തില്ല എന്ന സമീപനം തുടരുക, ഈ നിലയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലുള്ള സംഘടിതമായിട്ടുള്ള ആളുകളെല്ലാം ഒത്തുചേർന്ന് ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കേണ്ട നിലയെല്ലാം വരുന്നത്. അത് ഇവിടെ സംഘടിതമായിട്ട് വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ട ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. മാത്രമല്ല, ഈ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിമത സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. അതെല്ലാം ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. എന്നിട്ട് പോലും പാർട്ടി നേതൃത്വം ഇതിനെ ഒരു കാര്യം എന്താണെന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വിഷയം. ശരി, ഓക്കെ. ശ്രീകുമാർ മനയിൽ, CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന അസംതൃപ്തിയെ പ്രയോജനപ്പെടുത്തിയാൽ അവരെ അവിടെ വീക്കൻ ചെയ്യാൻ കഴിയും, ആ മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. അതൊരു പ്രായോഗിക രാഷ്ട്രീയ സമീപനമാണ്. ഇപ്പോൾ കണ്ണൂരിലാണെങ്കിലും ഇപ്പോൾ പയ്യന്നൂരിലോ തളിപ്പറമ്പിലോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയും. ഇനിയിപ്പോൾ പാലക്കാടാണെങ്കിൽ ഒറ്റപ്പാലത്തോ ഷൊർണൂരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയും. അതൊരു പ്രായോഗിക രാഷ്ട്രീയ ലൈനാണ്. പക്ഷെ ആ പ്രായോഗിക രാഷ്ട്രീയ ലൈൻ സംസ്ഥാനത്തെമ്പാടും തിരിച്ചടി ഉണ്ടാക്കാതെ നോക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കൂടി സ്വാഭാവികമായും മുന്നണി നേതൃത്വത്തിന് വേണ്ടേ? അല്ല, അത് തിരിച്ചടി ഉണ്ടാക്കാതെ നോക്കുക, അതെനിക്ക് അതൊരു ഹൈപ്പോത്തിരിക്കുന്ന സംഭവമാണ്. കാരണം വെച്ചാൽ ഈ ശശിയെ UDF ഏതെങ്കിലും അവസരത്തിൽ പിന്തുണച്ചു എന്ന് വെച്ച് ജനങ്ങളെല്ലാം UDFനെതിരെ തിരിയുന്നൊക്കെ പറയുന്നത് ഒരു തരം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഒരു നരേഷൻ അതിന് വേണമെന്നുള്ളത്. ഇവിടെ വിഷയം ശരിക്കും ഇതൊന്നുമല്ല എൻ്റെ അഭിലാഷേ. കാരണം വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, CPMന് ഭരണം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഏറെക്കുറെ അവർക്ക് തന്നെ തീർച്ചയായി, ആ പാർട്ടി നേതൃത്വത്തിന് തീർച്ചയായി. രണ്ടാമത്തത്, CPMനെ കാത്തിരിക്കുന്നത്, ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ CPMനെ കാത്തിരിക്കുന്നത് വലിയൊരു നേതൃശൂന്യതയാണെന്നും ഈ നേതാക്കൾക്കെല്ലാം അറിയാം. അപ്പോൾ കേരളത്തിൽ ഇനി CPMന്റെ നേതൃത്വം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന നേതൃത്വം അത് ഏത് വിധത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും ആ നേതൃത്വം ഫോം ചെയ്യുന്നത്, ആ നേതൃത്വത്തിൻ്റെ കീഴിൽ എത്ര പേർ, എങ്ങനെയുള്ള ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയും, ഇത്തരത്തിലുള്ളൊരു ഭീതിയൊക്കെ ഈ പാർട്ടിക്കുള്ളിൽ നല്ലവണ്ണമുണ്ട്. CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ കേരളത്തിൽ നേരിടുകയാണ്. കാരണം അധികാരം പണ്ടൊക്കെ CPMനെ സംബന്ധിച്ചിടത്തോളം 10 വർഷമൊക്കെ അവർ അധികാരമില്ലാതെ പുറത്തിറങ്ങിയിട്ടുണ്ട്. 67 മുതൽ 69 ഭരിച്ചിട്ട് പിന്നെ 80 ആന്റി കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് വീണ്ടും അധികാരത്തിൽ കയറണം. എന്നിട്ട് 20 മാസമേ ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ 87 4 വർഷം. അപ്പോഴൊക്കെ വർഷങ്ങളോളം അധികാരത്തിന് പുറത്തിരിക്കാൻ CPMന് കഴിഞ്ഞു. കാരണം അതിന് ആ സമയത്തൊരു പ്രത്യയശാസ്ത്ര ദൃഢതയുണ്ടായിരുന്നു.
പ്രത്യയശാസ്ത്ര ദൃഢത നഷ്ടപ്പെട്ടതോടുകൂടി എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും അധികാരവും പദവിയും കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഭീതി എല്ലാവർക്കും വന്നപ്പോൾ അതാണ് ഈ ശൈലജ ടീച്ചറൊക്കെ പറയുന്നത് എനിക്ക് എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ, അല്ലെങ്കിൽ ജി സുധാകരൻ പറയുന്നത് എനിക്ക് എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ ഈ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് CPM എത്തിക്കഴിഞ്ഞു. പിണറായി വിജയനും അദ്ദേഹത്തിന് താല്പര്യമുള്ള ഗോവിന്ദനെ പോലത്തെ 2-3 പേരും മാത്രമായി ഈ പാർട്ടി ചുരുങ്ങിയപ്പോൾ ഇവരോടൊപ്പം നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ആളുകൾക്കല്ലാതെ മറ്റാർക്കും ഈ പാർട്ടിയിൽ കാര്യമില്ല എന്നുള്ള അവസ്ഥ വന്നു. കാരണം ഒന്നുകിൽ അധികാരം അല്ലെങ്കിൽ നശിക്കുക, ഈ 2 ഓപ്ഷനെ ഈ പാർട്ടി നേതാക്കളുടെ മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് ഇവർ ശശി ആയാലും സുധാകരനായാലും ഇവരെല്ലാവരും ഈ ശൈലജ കടന്ന് പൊട്ടിക്കരഞ്ഞതും എല്ലാം ഇതിൻ്റെ അടിസ്ഥാനം. കാരണം ശൈലജയെ പോലൊരു നേതാവിന് അവരെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒഴിവാക്കാതിരുന്നത്. അവരെ ഒഴിവാക്കിയാലും മറ്റു പല രീതിയിലുള്ള കാര്യങ്ങളും പാർട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് അവരെ ഈ പേരാവൂർ സീറ്റിലേക്ക് ബലി കൊടുക്കാൻ വേണ്ടി പാർട്ടി വിട്ടത്. യഥാർത്ഥത്തിൽ CPM നേരിടുന്ന ആന്തരികമായ വലിയ പ്രതിസന്ധിയുടെ സൂചനകളാണ് ഇവയെല്ലാം. അല്ലാണ്ട് നമ്മൾ വെറും PK ശശിയുടെ കാര്യം മാത്രമായിട്ട് പാലക്കാട് കുറച്ച് ഇന്റേണൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചുരുക്കരുത്. ആ പാർട്ടി നേരിടുന്ന വലിയ ആന്തരിക പ്രതിസന്ധി, ആ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു നേതാക്കൾക്കും അറിയില്ല. പിണറായി വിജയൻ ദുർബലനായി തുടങ്ങിയെന്നോ അല്ലെങ്കിൽ ദുർബലനായി കഴിയുന്നുള്ളത് നമുക്ക് ഏറെക്കുറെ അറിയാം. ഭരണം നഷ്ടപ്പെട്ടാൽ ഈ പാർട്ടി ഇനി എന്ത് ചെയ്യുന്നുള്ള പേടി വന്നപ്പോഴാണ് ഈ ഒരു വലിയ വിട്ടൻ നേതാക്കൾ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഷംസീറിനെ പോലൊരു നേതാവിന് സീറ്റില്ല, M സ്വരാജിന് സീറ്റില്ല. ഈ കണ്ണൂർ ജില്ലയിൽ പാർട്ടിയെ നയിക്കാൻ കൊള്ളാവുന്നൊരു നേതാവായിരുന്നു ഷംസീർ, അദ്ദേഹത്തിന് സീറ്റില്ല. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വലിയ തോതിലുള്ള ആന്തരിക സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. ഈ ആന്തരിക സംഘർഷങ്ങൾ കൊണ്ട് തന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും പാർട്ടി തകർന്നത്. അതേ ആന്തരിക സംഘർഷം ഇവിടെയും പാർട്ടിയുടെ ചരമക്കുറിപ്പ് എഴുതും. അല്ലാണ്ട് ശശിയോ സുധാകരനോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോ ഇതൊന്നുമല്ല വിഷയം. പാർട്ടി നേരിടുന്ന വലിയ ആന്തരിക പ്രതിസന്ധി തന്നെയാണ് വിഷയം. ശരി, അതിനോട് യോജിക്കുന്നുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? ഇപ്പോൾ 7 തവണ മത്സരിച്ച ആളാണ് ജി സുധാകരൻ. 2 തവണ മന്ത്രിയായി, 10 വർഷം കേരള സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം കടന്നു പോയിട്ടുണ്ട്. പാർട്ടിയുടെ പദവി നിശ്ചയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു തടസ്സവുമാണ്. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കണമെന്ന് തോന്നുകയാണ്. ഞാൻ മത്സരിച്ചാൽ ജയിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അതേ തുടർന്നാണ് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ പരിഹസിക്കുന്നത്. ഇങ്ങനെ മത്സരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ, ഇപ്പൊ ശശിയുടെയും പ്രശ്നം ഇപ്പോൾ ആഗോളതലത്തിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ പ്രശ്നമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ വേറൊന്നും അല്ലല്ലോ, മത്സരിക്കാൻ അവസരം കിട്ടുന്നില്ല, എനിക്കിതാ ഞാൻ എന്ന ചിന്തയ്ക്കപ്പുറത്തുള്ള എന്തെങ്കിലും ബാക്കിയുണ്ടോ രാഷ്ട്രീയത്തിൽ? സുധാകരൻ്റെ കാര്യം ഞാൻ 2 വശമുണ്ട് അതിൻ്റെ കാര്യത്തിൽ. ഇന്നലെ ഞാൻ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. അതായത് സുധാകരൻ ഒരിക്കലും അങ്ങനെ ഒരാഗ്രഹം പ്രകടിപ്പിക്കരുതായിരുന്നു. ഞാൻ മത്സരിക്കണം, ഞാൻ മത്സരിച്ചില്ലേ പറ്റൂ, ഞാൻ മത്സരിച്ചാൽ ഇപ്പോഴും ജയിക്കും എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹത്തിന് എത്രയോ സ്ഥാനമാനങ്ങൾ കിട്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അതും കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. അദ്ദേഹം പറയുന്ന വാക്കുകൾ ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കുറഞ്ഞ പക്ഷം പാർട്ടി നേതൃത്വമെങ്കിലും ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഒന്നും കൊടുക്കത്തില്ല അവിടുത്തെ ജില്ലാ നേതൃത്വം. അദ്ദേഹത്തിന് അത്രയും ക്വാളിറ്റി ഉള്ളവർ, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉള്ളവർ അങ്ങനെയുള്ളവരാണ് തീരുമാനിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ശ്രീകുമാർ മുന്നിൽ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ ഒരു മാനമുണ്ട്, ശരിയാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് ഇനിയും മുന്നോട്ട് പോകേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷം അനിവാര്യമാണ്. അല്ല, അത് അവിടെയുള്ള ഒരു ഒറ്റ ചോദ്യം, ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുള്ള ഒരാളാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ചെളി പുരണ്ടിട്ടില്ല, അഴിമതി രഹിതനാണ്, കയ്യിൽ ചെളി പുരണ്ടിട്ടില്ല. അതെ, ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് അദ്ദേഹം ശരവ്യനായിട്ടില്ല, നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ മറ്റൊരു കാര്യം കൂടിയില്ലേ, അതേപോലെ തന്നെ അതേ ക്വാളിറ്റിയുള്ള എത്രയോ നേതാക്കൾ, പാലോളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള നേതാക്കളല്ലേ, അവരാരും ഞാൻ തന്നെ പ്രളയം വരെയും ഞാൻ തന്നെ എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് കാര്യം? അത് ശരിയാണ്, ആ ഒരു ചിന്ത തെറ്റാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ആ ചിന്ത ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വേറെയാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പ്രതിഷേധമുള്ളത് അദ്ദേഹത്തെ അങ്ങനെ അത്ര കണ്ട് അവഗണിക്കുന്നതിലാണ്, അത്രയ്ക്ക് മൂലക്കിരുത്തുന്നതിലാണ്. അതും അദ്ദേഹം തന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന നേതാക്കൾ, ആലപ്പുഴ ജില്ലയിൽ നേതാക്കളായവർ, ഇന്ന് പാർട്ടി നടത്തുന്നവർ, ഇന്നലെ ഇരുന്നയാൾ വേണ്ട എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന മനപ്രയാസമാണ് പ്രധാന കാരണം. അത് പോട്ടെ. പക്ഷേ ഇടതുപക്ഷ മുന്നണിക്ക്, പ്രത്യേകിച്ച് CPMന് കേരളത്തിൻ്റെ മനസ്സ്, അഭിലാഷേ, ഒരു ഇടതുപക്ഷ മനസ്സാണ്, ഒരു ഇടതു മനസ്സ്. അത് കണ്ടിട്ടാണ് പണ്ട് AK ആൻ്റണി ഇടത് ചേർന്ന ഒരു ലൈനിലേക്ക് തിരിഞ്ഞത്. നമുക്കറിയാമല്ലോ,
KSUക്കാരാണ് ആദ്യം പ്രമേയം പാസ്സാക്കിയത് ബാങ്ക് ദേശവൽക്കരണത്തിന്. കേരളത്തിലെ കേരള വിദ്യാർത്ഥി യൂണിയൻ, കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന, അത് കണ്ടിട്ടാണ് ആ പ്രമേയം ആധാരമാക്കിയാണ് ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശവൽക്കരണം കൊണ്ടുവന്നത്. ഇടതുപക്ഷത്തിൻ്റെക്കുള്ള വലിയൊരു നീക്കം, അതിന് മാതൃകയായത് കേരളത്തിലെ KSU ആണ്, വിദ്യാർത്ഥി സംഘടനയാണ്. അതോർക്കണം. AK ആൻ്റണിയാണ് കോൺഗ്രസിനെ ഒരു ഇടതു ചേർന്ന ലൈനിലേക്ക് എത്തിച്ചത്. ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ മനസ്സ് ഒരു ഇടതുപക്ഷ മനസ്സിലായി. അതുകൊണ്ടാണ് അഭിലാഷേ കേരളത്തിലേക്ക് BJPക്ക് ഇവിടെ കടന്നു വരാൻ പറ്റാത്തത്. രണ്ട് മുന്നണികളിലൂടെ നിൽക്കുമ്പോൾ BJPക്ക് ഇവിടെ പ്രവേശമില്ലാത്തത് ഈ ഒരു മനസ്സുകൊണ്ടാണ്, ഇടതുപക്ഷ മനസ്സ്. ആ മനസ്സിനകത്ത് ആ മനസ്സ് സൂക്ഷിക്കേണ്ടതിനകത്ത് പ്രധാന കടമ CPM-നാണ്. അതിൻ്റെ അകത്ത് ഒരു ക്ലീനിങ് പ്രോസസ്സ് ആവശ്യമാണ്. ആ ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് PK ശശിയെ വെച്ചുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ശരി, എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു വലിയ തലവേദനയുമായി. നേരത്തെ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ പങ്കപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീ റിജിൽ ബാബുട്ടി, ഇപ്പൊ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ചർച്ചയാവുന്നത് കൊണ്ട് CPM-ലെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോഴാണല്ലോ അതേക്കുറിച്ചുള്ള ചർച്ച വരിക. കോൺഗ്രസിൽ നമ്മളിപ്പോൾ G. സുധാകരനെ കുറിച്ച് പറഞ്ഞതുപോലെ വളരെ സീനിയറായ, ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ MP ആയ K. സുധാകരൻ മത്സരിക്കണമെന്ന് പരസ്യമായി നിലപാടെടുത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല MP-മാർക്ക് ആഗ്രഹമുണ്ട് കേരളത്തിൽ വരണം എന്ന് മാത്രമല്ല ഈ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള PR വർക്കൊക്കെ നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ എന്നുള്ള കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നല്ലല്ലോ. ശ്രീ അഭിലാഷേ, ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി നിങ്ങൾക്ക് അറിയാം, വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നേതൃത്വമാണ്. ഞാൻ എത്രയല്ല എന്ന് പറഞ്ഞാൽ പോലും അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ ആ പാർട്ടി, നമ്മുടെ പാർട്ടിയും ആ രൂപത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നല്ലോ, വളരെ ശക്തമായ രൂപത്തിൽ നേതൃത്വം ഇവിടെ മത്സരിച്ചല്ലോ. ഒരു പ്രശ്നം ഉണ്ടായല്ലോ, വലിയ 18ഓളം സീറ്റ് ഞങ്ങൾ നേടിയല്ലോ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മിന്നുന്ന വിജയം നേടിയല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടേതായ മാനദണ്ഡം അനുസരിച്ച് കൃത്യമായ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി ഇരുമ്പലൊക്കെ പോലത്തെ പാർട്ടി, പിണറായി വിജയൻ പറഞ്ഞാൽ അനങ്ങാത്ത പാർട്ടി അണികൾ ദേശാഭിമാനിയിൽ വരുന്ന വാർത്തകൾ മാത്രം വായിച്ച് ചിന്തിച്ച് പ്രതികരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടിക്ക് നേതൃത്വം എടുക്കുന്നത്, ശിരസ വഹിക്കുന്ന അണികളും നേതൃത്വമാണ് ഉണ്ട് എന്നുള്ളത് ഈ നാട്ടിലെമ്പാടും പറയുന്ന ഒരു പാർട്ടിക്കകത്ത്, കേഡർ പാർട്ടിക്കകത്താണ് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ കടന്നു വരുന്നത് എന്നുള്ളതാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കാൻ പേര് വന്നപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ വലിയ രൂപത്തിലെ വിമർശനങ്ങളാണ് അവർക്കെതിരായി നടന്നത്. PK ശ്യാമള എന്ന് പറഞ്ഞത് നമുക്കറിയാം, മക്കൾത്തായൊന്നും മരുമക്കത്തായൊന്നും ഇപ്പോൾ ഭാര്യത്തായെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആക്ഷേപിക്കുന്നതും ഈ സൈബർ പോരാളികളാണ്. കേവലം സൈബർ പോരാളികൾ മാത്രമല്ല അവർ ഉത്തരവാദപ്പെട്ട ബ്രാഞ്ചിലെ ലോക്കലിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ ആ പാർട്ടിക്കകത്ത് ഈ രൂപത്തിലേക്കുള്ള പ്രതികരണം എങ്ങനെ വന്നു? ആ പാർട്ടിക്കകത്തെ അഴിമതി ഉൾപ്പെടെ, ആ പാർട്ടിക്കകത്ത് ഫണ്ട് മുക്കൽ ഉൾപ്പെടെ അവിടെയുള്ള ആളുകൾ പാർട്ടി നേതൃത്വം പരസ്യമായി പറയുന്ന സാഹചര്യം ഇന്നലകളിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആ പാർട്ടിക്ക് നടക്കുമ്പോഴാണ് തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ആ വിഷയത്തിനൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കകത്തു നിന്ന് ആളുകൾ പോയിട്ടുണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. പക്ഷേ പോകുന്ന ആളുകളുടെ അവർക്ക് അവരുടേതായ നിലപാട് കൊണ്ട് അവർ പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വിമർശിക്കുന്നവർ, കോൺഗ്രസ് അങ്ങനെയാണ്, കോൺഗ്രസ് ഇങ്ങനെയാണ്, കോൺഗ്രസ് അങ്ങനെ പറയുന്നവരാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മുമ്പിലാണ് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിലേക്ക് CPM-നകത്ത് ഈ വലിയ രൂപത്തിൽ അന്തചിത്രം ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് ഒരു തർക്കമില്ല, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ വലിയ രൂപത്തിൽ വിജയിക്കും. ആ രൂപത്തിലേക്കുള്ള രാഷ്ട്രീയ പരിസരമാണ് കേരളത്തിൽ ഒരുങ്ങി വന്നത്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് ചേർന്ന് നിൽക്കുന്ന അണികൾ പോലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDF-ന് വോട്ട് ചെയ്യും. കാരണം എന്താണ്? ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അവർ ഇപ്പോൾ PK ശശിയെ പോലുള്ള ആളുകൾ പുതിയ പ്ലാറ്റ്ഫോം തേടി പോകുമ്പോൾ അവരുടെ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. ആ വോട്ട് ആയുധമാക്കി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവർ വോട്ട് ചെയ്യുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച പാർട്ടി കോട്ടകളിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം പഞ്ചായത്തായിട്ടുള്ള മുണ്ടേരി പഞ്ചായത്ത് 48 വർഷമായി അവർ ഭരിക്കുകയാണ്. ആ ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്ത് മാത്രമല്ല, സ്വന്തം വാർഡ്, ശബലാഷിനൊക്കെ അറിയാലോ, കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ എന്ന് പറയുന്ന വാർഡുകളൊക്കെ ഇതിനെക്കുറിച്ച് അറിയാലോ. ആരും ചോദിക്കാനും പറയാനില്ലാത്ത, കത്ത് നടത്താൻ പറ്റാത്ത സ്ഥലമാണ്. ആ സ്ഥലത്തെ മുണ്ടമട്ട എന്ന് പറയുന്ന ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇരിക്കുന്ന വാർഡിനകത്ത് മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാരനാണ് അവിടെ ജയിച്ചു വന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും പാർട്ടിക്കകത്ത് പാർട്ടി നേതൃത്വത്തിനെതിരായി താഴേക്കിടയിലുള്ള അണികൾ, മയിൽ ജില്ലാ പഞ്ചായത്ത്, മയിൽ എന്ന് അഭിലാഷ് കണ്ണൂരുകാരനല്ലേ, ആ മയിൽ എന്ന് പറയുമ്പോൾ CPM-ന്റെ കോട്ടയല്ലേ, താങ്കൾ ഉൾപ്പെടെ അതിശക്തമായി കാര്യങ്ങൾ അറിയുന്ന ഒരാളല്ലേ. ആ മയിൽ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ഇപ്പോൾ കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
MP അല്ല, അല്ലെങ്കിൽ MLA അല്ല ജയിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർഷിപ്പിലേക്ക് പോലും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസ് ജയിക്കണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്കെതിരായി സാധാരണക്കാരെ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്നു. അതിൻ്റെ വലിയ ബഹുസ്ഫുരണമാണ് PK ശശിയും G സുധാകരനും അതോടെ കുട്ടിക്കൃഷ്ണനും ഇനി വരാൻ പോകുന്ന പല നേതൃത്വവും ഈ പാർട്ടിക്കെതിരായി വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏത് രൂപത്തിലേക്ക് പോകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കുക എന്നത് ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. ഞങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ചവർ സ്വീകരിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിനകത്ത് സെക്സ് റാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞവർ തന്നെ അവർ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചില്ലേ? ഇപ്പോൾ അവർ ചേർത്ത് നിർത്തുന്നില്ലേ? എന്തെല്ലാം ആരോപണം ഉന്നയിച്ച ആളുകൾ അവരുടെ കൂടെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പൊ അവർ സ്വീകരിച്ചില്ലേ? അപ്പോൾ ഞങ്ങളും ഞങ്ങളുടേതായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുക എനിക്ക് പറയാനുള്ളത്. ശരി. ശ്രീ M സതീഷ്, യഥാർത്ഥ ഇടതുപക്ഷ നിലപാടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾ ഇത്തവണ UDF-നാണോ വോട്ട് ചെയ്യുക? അല്ല, അങ്ങനല്ല. അത് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത് യഥാർത്ഥ ഇടതുപക്ഷ നിലപാടുള്ള ആളുകൾ UDF-നാണോ വോട്ട് ചെയ്യുക എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ. അപ്പം ഞങ്ങളുടെ തീരുമാനം എന്താണെന്ന് അപ്പം അറിയിക്കാം. പക്ഷെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് ആലോചിക്കണം. ഈ ഒരു അന്ധമായിട്ടുള്ളൊരു കോൺഗ്രസ് വിരോധം ഇപ്പോൾ വെച്ച് പുലർത്തേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ ഇന്ന് രാജ്യത്തുള്ളത്? ഒരു അന്ധമായിട്ടുള്ള ഒരു കോൺഗ്രസ് വിരോധം ഇന്ന് ദേശീയ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് പോലും അല്ല, ദേശീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പല്ലല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലല്ലോ, കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ? ആയിക്കോട്ടെ, കേരള നിയമസഭയിലെ നമ്മുടെ നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ആലോചിക്കും. അതെന്താണെന്നുള്ളത് അപ്പോൾ തീരുമാനിക്കാം. അതിൻ്റെ ഒരു തീരുമാനങ്ങളിലേക്കൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ലല്ലോ. അല്ല, പൊളിറ്റിക്കൽ ലൈൻ സംബന്ധിച്ചൊരു ക്ലാരിറ്റി വേണ്ടേ? ദേശീയ അടിസ്ഥാനത്തിലെല്ലാം അങ്ങനെ ഒരു ഉറപ്പില്ലാതെ PK ശശിയെ പോലെ ഒരാൾ ഇറങ്ങി വന്നിങ്ങനെ ഒരു കൺവെൻഷൻ നടത്തുമോ? അല്ല, അതിപ്പോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയിലേക്കേ പോയിട്ടില്ല. മാത്രമല്ല, താങ്കൾ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാനമോഹത്തിന് വേണ്ടിയാണ്, അധികാര പദവികൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും വലിയ കോർപ്പറേഷൻ അല്ലേ KTDC? ആ KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടല്ലേ അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത്? അങ്ങനെ ഒരു സ്ഥാനമോഹത്തോടാണ് താല്പര്യമെങ്കിൽ KTDCയുടെ സ്ഥാനത്ത് തുടരാമല്ലോ. KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് എത്ര ദിവസം കൂടി തുടരാം? തിരഞ്ഞെടുപ്പ് വരെയാണ്, പുതിയ സർക്കാർ വരെയാണ്. അതൊക്കെ വെറും ദിവസങ്ങളുടെ 10, 40, 45 ദിവസത്തിന്റെ കാര്യം മാത്രമല്ലേ? അത് വിട്ടൊഴിയുക എന്നുള്ളത് വലിയ ത്യാഗമാണോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ അദ്ദേഹത്തിന് KTDCയുടെ ചെയർമാൻഷിപ്പ് ഒഴിയായിരുന്നല്ലോ. പാർട്ടി അതിശക്തമായ നിലപാടെടുക്കുകയും പാലക്കാട്ടെ പാർട്ടി എന്തുമാത്രം പരിഹസിച്ചു, അപ്പോ ഒഴിവാക്കായിരുന്നല്ലോ. ഒരു വലിയ കോർപ്പറേഷന്റെ ചെയർമാൻഷിപ്പ് രാജിവെച്ച് ഒരു നിലപാടിലേക്ക് വരുമ്പോ അധികാരമോഹത്തിന്റെ ഭാഗമായിട്ടാണോ അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? അതാ പറഞ്ഞത്, KTDCയുടെ ചെയർമാൻ സ്ഥാനം ഇല്ലെങ്കിലും എന്തായാലും ഓരോ സർക്കാർ അധികാരമേൽക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ മാറുമല്ലോ. അതിന് ഇനിയിപ്പോൾ 45-50 ദിവസത്തെ താമസമല്ലേ ഉള്ളൂ. ഇപ്പൊ LDF-ന്റെ തന്നെ സർക്കാരായാലും ഇനി UDF-ന്റെ സർക്കാരായാലും അക്കാര്യത്തിൽ മാറ്റം വരുമെന്നുള്ള ഉറപ്പ് നമ്മളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഒരു 45 ദിവസത്തിന് മുമ്പ് ഒരു പദവി ഒഴിയുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണോ? അധികാരമോഹത്തോടുള്ള എന്തോ വലിയ വിരക്തിയാണോ? അതിനൊന്നും ഞാനതിനെ കാണുന്നില്ല. ഇവിടെ ശ്രീകുമാർ മനയിൽ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അഭൂതപൂർവമായ, നേരത്തെ അതിൽ റിജിൽ മാക്കുറ്റി പറഞ്ഞത് ശരിയാണ്, സാധാരണ നിലയിൽ എതിരഭിപ്രായം ഉയരാത്ത മേഖലകളിൽ തന്നെ എതിരഭിപ്രായം ഉയർന്നു. എനിക്കൊന്ന് സമൂഹം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിന്റെ കൂടി പ്രതിഫലനമായിട്ട് എടുക്കാം. ആളുകൾക്ക് അവരവരുടെ അഭിപ്രായം പറയട്ടെ. ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴും UDF-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാകുമ്പോഴും നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടേ? അപ്പൊ അവിടുന്ന് ഇനി കുറെ ആൾക്കാരെ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ അപ്പുറത്തൊക്കെ സ്പേസ് ഉണ്ടാവുമോ? അല്ല അഭിലാഷേ, തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ള അതിനുള്ളൂ, അതിൽ വിജയിക്കുക. തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ വേണ്ടി ആരും മത്സരിക്കില്ലല്ലോ, എല്ലാവരും വിജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ വിജയിക്കാനുള്ള വഴികൾ നോക്കുക എന്നുള്ളത് രണ്ട് രാഷ്ട്രീയ മുന്നണികളിലെയും ആത്യന്തികമായൊരു സ്വഭാവമാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരെടുത്തു, എന്തുകൊണ്ട് ഇവരെടുത്തു എന്ന് ചോദിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. കാരണം അവിടെ ജയിക്കാതെ നിലനിൽപ്പില്ല. ഒരു രാഷ്ട്രീയ കക്ഷിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാതെ എങ്ങനെയാണ് നിലനിൽപ്പുള്ളത്? അത് വിജയിച്ചാൽ മതിയാവും. വിജയം എന്ന് പറയുന്നത് നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ മറ്റവിടുത്ത് നിന്ന് ഇവിടെ എടുക്കുമോ, ഇവരുന്ന് അപ്പുറത്തേക്ക് എടുക്കുമോ എന്നുള്ള ചോദ്യമൊന്നും അപ്രസക്തമാണ് സത്യം പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വീണ്ടും ഒന്ന് സ്ട്രെസ് ചെയ്ത് സംസാരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് ഈ മറ്റേ കാട് കാണാതെ മരം മാത്രം കണ്ടു പോകരുത്.
കേരളത്തിലെ CPM നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ അനുരണനങ്ങളാണ് യഥാർത്ഥത്തിൽ ശശിയിലൂടെയും സുധാകരനിലൂടെയും ശൈലജ ടീച്ചറിലൂടെ ഒക്കെ പുറത്തു വരുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ CPM നേതൃത്വത്തിലുള്ള സർക്കാർ ഇല്ലാതെയാവുകയാണെങ്കിൽ അഭിലാഷ് നോക്കിക്കോ, നിങ്ങൾ ഈ കാണുന്നതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയായിരിക്കും CPM-ൽ ഉണ്ടാവാൻ പോടുക. കാരണം ഇപ്പോൾ പിണറായിയുടെ അധികാരം കൊണ്ട് അദ്ദേഹം പാർട്ടിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പാർട്ടി ഒരുമിച്ച് നിൽക്കുന്നത്, ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പ്രത്യയശാസ്ത്രപരമല്ല, അതിൻ്റെ കേഡർ സംവിധാനം കൊണ്ടല്ല, പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയുടെ, അതികരുത്തനായ വ്യക്തിയുടെ അധികാരം കൊണ്ട് മാത്രമാണ്. നാളെ ഈ അധികാരം ഇല്ലാതായാൽ 14 ജില്ലകളിലും നിങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും 1 മണിക്കൂറിനുള്ള ചർച്ച നടത്തിയിട്ടൊന്നും അന്ന് പ്രയോജനം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ എല്ലാ ചാനലുകൾക്കും എല്ലാ ദിവസവും ചർച്ച നടത്താനുള്ള കാര്യങ്ങളുണ്ടാവും ആ സമയത്ത്. യഥാർത്ഥത്തിൽ ഇവിടെ ആന്തരിക സംഘർഷങ്ങളുടെ തുടർക്കഥകളാണ്. ഇത് തുടങ്ങിയത് 2021 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ്. 2021 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരുമകൻ റിയാസ് മന്ത്രിയായതിനു ശേഷം പാർട്ടിയിൽ ഉരുണ്ടുകൂടുന്ന ആ കാര്യങ്ങൾ, ആ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അവസാനത്തെ ഒരു എക്സ്പോഷറാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും വൈകാരികമായ തലത്തിലേക്ക്, ഏറ്റവും വൾണറബിളായ തലത്തിലേക്ക് ഈ വിഷയം പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടുകയും CPM-ന് അധികാരം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പൊട്ടിത്തെറി ഇതൊന്നുമല്ല. ഈ CPM-ൽ കാണാൻ പോകുന്നത് അതിഭീകരമായ രീതിയിലുള്ള രാഷ്ട്രീയ ചേരികൾ അതിൻ്റെ ഉള്ളിൽ രൂപപ്പെടും, രാഷ്ട്രീയ ബലാബലങ്ങൾ ഉണ്ടാവും. അതിനെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശരി, രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ഒന്നും കൂട്ടിയാൽ എപ്പോഴും രണ്ടാവുകയുമില്ല. നമുക്കൊരു ഇടവേള എടുത്തതിന് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ പല കാഴ്ചപ്പാടുകൾ ഇതിനോടകം വന്നു. CPM-നെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, പ്രമുഖരായ പല നേതാക്കളുടെയും അസ്വാരസ്യം കണ്ടു. അത് പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് PK ശശിയുടെ കാര്യത്തിൽ മാത്രമാണ്, ഒരു പരിധിവരെ G സുധാകരന്റെ കാര്യത്തിലും ആണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കാം എന്ന് നോക്കാം എന്ന നിരീക്ഷണത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഒരു ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാവുമോ? അല്ല, ശ്രീകുമാർ മനയിൽ പറയുന്ന ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടും, ഇടതുപക്ഷ മുന്നണിക്ക് അധികാരം നഷ്ടപ്പെടും. അത് കഴിഞ്ഞാൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി വളരെ ശക്തമായ ഒരു തകർച്ചയിലേക്ക് നീങ്ങും. 14 ജില്ലകളിലും പാർട്ടി ഘടകങ്ങൾ ശിഥിലമാവൂ എന്നൊക്കെയാണ് സ്വപ്നം കാണുന്നത്. അത് ഇത്തിരി കടന്നുപോയില്ലേ എന്ന് അദ്ദേഹം സ്വയം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അത് ഇത്തിരി കടുത്ത ചിന്തയായിപ്പോയി. അതൊരു സ്വപ്നത്തിൻ്റെ അടുത്ത് എത്തി നിൽക്കുകയാണ്. അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. CPM എന്ന പാർട്ടിയും കോൺഗ്രസ് എന്ന പാർട്ടിയും ഒരു തവണയൊന്നും അല്ല കേരളത്തിൽ തോറ്റിട്ടുള്ളത്. എത്രയോ തവണ തോറ്റിട്ടുണ്ട്, എത്രയോ തവണ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2 തവണ തുടർച്ചയായിട്ട് അധികാരം പിടിച്ചടക്കി എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിലപ്പം തോക്കാം, ചിലപ്പോൾ ജയിക്കാം. ഒരു തോൽവി കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ, പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും CPM-ഉം അങ്ങനെ ശിഥിലമാകാൻ പോകുന്നില്ല, അങ്ങനെ പരാജയപ്പെടാൻ പോകുന്നില്ല. പിന്നെ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു. പിണറായി വിജയൻ കേരളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കരുത്തനായ നേതാവാണ്. എൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നേതാവ് തല ഉയർത്തി തന്നെ നിൽക്കണം, നിലപാടുണ്ടാവണം, അതിനകത്ത് കരുത്തുണ്ടാവണം. ആ കരുത്താണ് ഒരുപക്ഷെ CPM-നെ ഇത്ര ശക്തമായിട്ട് ഒന്നിച്ച് നിർത്തുന്നത് പിണറായി വിജയൻ്റെ കരുത്ത് തന്നെയാണ്. പിണറായി വിജയന് ശേഷം എന്താവും, അങ്ങനെ പ്രളയമാവുമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് ആ പാർട്ടി നോക്കിക്കോളും. ആ പാർട്ടിക്കറിയാം എങ്ങനെ അവിടുത്തെ നേതാവിനെ തിരഞ്ഞെടുക്കണം, അടുത്ത നേതാവ് ആരായിരിക്കണം. ഇപ്പം തന്നെ MP രാജേഷ്, രാജീവ് നല്ല ശക്തരായ 2 നേതാക്കളല്ലേ കേരള മന്ത്രിസഭയിലെ, കേരള ഗവൺമെൻറ്റിലെ. അതിൽ MP രാജേഷിനെ തകർക്കാനാണ് പാലക്കാട്ട് ശ്രമം നടത്തിയത്. ആ വാളയാർ പെൺകുട്ടികളുടെ കാര്യമുണ്ടല്ലോ, അതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജേഷിനെതിരെ ഉപയോഗിച്ചു. എന്തിനു വേണ്ടി? രാജേഷിൻ്റെ രാഷ്ട്രീയം തകർക്കാൻ. സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുണ്ടാവും കാര്യങ്ങൾ. അതൊക്കെയാണ് ഇപ്പോൾ അവിടെ അലയടിക്കുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒരാളെ തോൽപ്പിക്കാനൊന്നും നോക്കേണ്ട കാര്യമില്ല, നശിപ്പിക്കാനൊന്നും നോക്കേണ്ടതില്ല. പിണറായി വിജയൻ ഇല്ലെങ്കിൽ വേറെ നേതാക്കളുണ്ടാവും. ഞാൻ പറയുന്നത് P രാജീവും MP രാജേഷും നല്ല നേതാക്കന്മാർ തന്നെയാണ്. ഇപ്പോഴത്തെ ബാലഗോപാലുണ്ട്, തീർച്ചയായിട്ടും. ഞാനില്ലേ ഈ 2 പേരുടെ കാര്യം പറഞ്ഞത്, രാജേഷിനെ എതിരെ ശക്തമായ നീക്കം പാലക്കാട്ട് നടന്നതുകൊണ്ടാണ് ഞാൻ രാജേഷിൻ്റെ പേര് എടുത്തു പറഞ്ഞത്. രാജീവ് എൻ്റെ കൂട്ടത്തിൽ വന്നേ ഉള്ളൂ. KN ബാലഗോപാൽ തീർച്ചയായിട്ടും നല്ല നേതാവ് തന്നെയാണ്. അവിടെ ഐഷ പോറ്റി മത്സരിക്കുന്നു കൊട്ടാരക്കരയിൽ. വരട്ടെ, രാഷ്ട്രീയ മത്സരം നടക്കട്ടെ. നല്ല നേതാവ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവ്, ജനങ്ങൾ വോട്ട് ചെയ്യുന്ന നേതാവ് ജയിക്കട്ടെ, സാരമില്ല. പക്ഷേ ഇതുകൊണ്ട് CPM ആകപ്പാടെ തകരും, ഒരു പാർട്ടിയുടെ എല്ലാ ജില്ലകളിലും തകർച്ചയുണ്ടാവും ഇതൊന്നും പറയുന്നതിനകത്ത് കഥയില്ല. അതിനകത്ത് രാഷ്ട്രീയമില്ല, ആ പറച്ചിലിനകത്ത് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ജയമുണ്ടാവും,
തോൽവിയുണ്ടാവും, വലിയ നേതാക്കന്മാരുണ്ടാവും, അത്ര വലുതല്ലാത്ത നേതാക്കന്മാരുണ്ടാവും. എങ്കിലും രാഷ്ട്രീയം മുന്നോട്ട് പോകും, രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകും. ശരി, എന്തായാലും കൊച്ചു കൊച്ചു ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പാലക്കാട്ടെ ഈ ഭൂമി കുലുക്കത്തിൽ എന്തൊക്കെ സംഭവിക്കും? ഈ വിമത പ്രവർത്തനം 1-2 സീറ്റുകൾ പാലക്കാട് നഷ്ടപ്പെടാൻ LDF-ന് വഴിവെക്കുമോ? കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം വരുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും? ആകാംക്ഷയോടുകൂടി കാത്തിരിക്കണം രാഷ്ട്രീയ കേരളം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.